ഇപ്പോഴത്തെ നിലവിലെ CPയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി ജോസ് ഫിലിപ്പ് നമ്മുടെ ഏലപ്പാറയിലെ 22-ാം നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല ഇടുക്കി ജില്ലയിൽ ആകെ ഒരു LDF തരംഗമുണ്ടാകും, LDF മികച്ച വിജയം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. ആ വാക്കുകളിലേക്ക് കൂടി ഒന്ന് പോയി വരാം. ഇടുക്കി ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടെ തിരിച്ചു വരും സാഹചര്യമാണ് ഇപ്പോൾ ഇടുക്കിയിലെ. തൊടുപുഴയിൽ ഒരു പുതിയ സാഹചര്യം കൊണ്ടുവരുന്നത് ഇനിവെന്നെ സംബന്ധിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിയും. അത് വോട്ടായി ജനങ്ങളുടെ ഇടയിൽ വരുമെന്ന കാര്യത്തിൽ സംശയം. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു 3ാം ഗവൺമെൻറ് ഉണ്ടാകുന്ന കാര്യത്തിൽ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയുമെന്ന കാര്യത്തിൽ സംശയം. നമ്മുടെ BJP സ്ഥാനാർത്ഥിയായ രതീഷ് വരകുമല ഇടുക്കി നിയോജക മണ്ഡലത്തിലെ 199-ാം നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ കട്ടപ്പന. രാവിലെ ഭാര്യയോടൊപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത് എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഇവരെല്ലാം തന്നെ നമ്മുടെ വണ്ടിപ്പെരിയാറിൻ്റെയും അതോടൊപ്പം തന്നെ ഏലപ്പാറ തുടങ്ങിയ ഈ പീരുമേട് നിയോജക മണ്ഡലത്തിൽ എല്ലാ ഭാഗങ്ങളിലേക്കും ആളുകളെ കാണാനായി എത്തുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ രാവിലെ തന്നെ പല ബൂത്തുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇപ്പം മഞ്ചുമല ബൂത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 300ഓളം ആളുകൾ രാവിലെ തന്നെ വോട്ട് ചെയ്യാനിവിടെ വന്ന് നിൽപ്പുണ്ട് എന്ന് പറയുന്നു. എന്തായാലും UDF അതിനെ പറയുന്നത് കള്ളവോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇത്രയധികം രാവിലെ തിരക്ക് എന്ന് പൊതു അവധിയായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നമ്മുടെ തോട്ടം തൊഴിലാളികൾക്ക് ഉൾപ്പെടെ അത് ബാധകമാണ്. ആ സമയത്താണ് ഇവിടെ 300ഓളം ആളുകൾ എത്തിയത് എന്ന് പറയുന്നത്. പക്ഷേ സംവിധാനങ്ങൾ വളരെ കൃത്യമായി തന്നെ പോകുന്നു എന്ന് ഉള്ളതുകൊണ്ട് തന്നെ ഇടുക്കി ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായ രീതിയിൽ തന്നെ വളരെ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് ജില്ലാ ഭരണകൂടവും അറിയിച്ചിരിക്കുന്നത്.